ഇത് ആറാം തവണയാണ് സംസ്ഥാനം നിപ വൈറസ് ബാധയിലൂടെ കടന്നുപോകുന്നത്. 2018 ആദ്യമായി വൈറസ് റിപ്പോർട്ട് ചെയ്തത്. നമുക്ക് റിപ്പോർട്ട് ടച്ച് സ്ക്രീനിലേക്ക് പോകാം. ഇതുവരെയുള്ള നിപ ബാധയുടെ ചരിത്രം എങ്ങനെയാണ് എന്ന് നോക്കാം. കേരളത്തിലെ നിപ ബാധയുടെ നമുക്കത് ഒന്നാം വരവ് അങ്ങനെ അടയാളപ്പെടുത്തി പോകാമെന്ന് തോന്നുന്നു. ഒന്നാമത്തെ വരവ് 2018 മെയ് മാസത്തിലാണ്. മെയ് മാസത്തിൽ നമുക്ക് ആദ്യം വലിയ ടെൻഷനായിരുന്നു. സംസ്ഥാനത്ത് ആദ്യമായി നിപ വൈറസ് ബാധ എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കോഴിക്കോട് പേരാമ്പ്ര ചങ്ങരോത്ത് ഭാഗത്താണ് ആദ്യമായി കേസ് ഡയഗ്നോസ് ചെയ്യുന്നത്. വ്യാപനം ഈ ഭാഗത്തേക്ക് ഉണ്ടാകുന്നു. 23 പേർക്കാണ് അന്ന് നിപ വൈറസ് ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നത്. അന്ന് നമ്മുടെയൊക്കെ ഒരു കണ്ണീരോർമ്മയാണ് സിസ്റ്റർ ലിനി ഉൾപ്പെടെ 17 പേരുടെ ജീവനെടുത്ത വലിയ ഒരു വൈറസ് ഔട്ട്ബ്രേക്ക് ആയിരുന്നു അന്ന് സംഭവിച്ചത്. മരണനിരക്ക് 74%. ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഒരു ഔട്ട്ബ്രേക്കിന്റെ അല്ലെങ്കിൽ ഫസ്റ്റ് സീസൺ 2018 ഇനി നമുക്ക് സെക്കൻഡ് സീസണിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ വരവ് തൊട്ടടുത്ത വർഷമാണ് 2019 2019 ജൂണിൽ എറണാകുളത്താണ് 23 വയസ്സുള്ള വിദ്യാർത്ഥിക്ക് നിപ ആണ് എന്ന് സ്ഥിരീകരിക്കുന്നത്. എന്നാൽ അതിൽ നമുക്ക് ആശ്വാസമുണ്ടായ കാര്യം ചികിത്സിച്ച് നമുക്കത് ഭേദമാക്കാൻ കഴിഞ്ഞു, വ്യാപനം തടഞ്ഞു നിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മൂന്നാമത്തെ ഔട്ട്ബ്രേക്ക് എന്നാണ് നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷത്തെ ഒരു ഇടവേള എടുക്കുന്നുണ്ട്. 2019 കഴിഞ്ഞ് വീണ്ടും എത്തുന്നത് 2021 സെപ്റ്റംബറിലാണ്. തേർഡ് ഔട്ട്ബ്രേക്ക് വരുന്നത് 2021 സെപ്റ്റംബറിലാണ്. അതും കോഴിക്കോട് തന്നെയായിരുന്നു പ്രഭവ കേന്ദ്രം. ചാത്തമംഗലം പാഴൂർ ഭാഗത്താണ് 12 വയസ്സുകാരൻ്റെ ജീവനെടുത്ത ഔട്ട്ബ്രേക്കാണ് മൂന്നാമത്തെ തവണ നമ്മൾ കണ്ടത്. എന്നാൽ അവിടെ നമുക്ക് വ്യാപനം തടഞ്ഞു നിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസമുണ്ടാക്കുന്ന കാര്യമാണ്. ഇനി നാലാമത്തെ ഔട്ട്ബ്രേക്ക് അത് 2023 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ്. ഇക്കഴിഞ്ഞ വർഷമാണ് നാലാമത്തെ ഔട്ട്ബ്രേക്ക് ഉണ്ടാകുന്നത്. അതും കോഴിക്കോടായിരുന്നു. 6 കേസുകളാണ് അവിടെ സ്ഥിരീകരിച്ചത്. അതിൽ മരണം 2 പേരുടെ ജീവനെടുത്ത ഔട്ട്ബ്രേക്ക്. അതിനുശേഷമാണ് ഇപ്പോൾ 5ാമത്തെ ഔട്ട്ബ്രേക്കിലേക്ക് നമ്മൾ ഇക്കഴിഞ്ഞ അടുത്ത് തന്നെ വന്നത്. അതായത് 2024 ജൂലൈയിലാണ്. ഈ വർഷം തന്നെയാണ് 5ാമത്തെ ഔട്ട്ബ്രേക്ക്. 2024 ജൂലൈയിൽ അത് കോഴിക്കോടല്ല മലപ്പുറത്താണ്. മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി ഭാഗത്തായിരുന്നു ഔട്ട്ബ്രേക്കിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം. 14കാരൻ്റെ ജീവനെടുത്ത നിപ വ്യാപനം. പക്ഷേ നമുക്ക് ആ വ്യാപനം കൂടുതൽ പേരിലേക്ക് പോകുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആശ്വാസം നൽകുന്ന കാര്യം. അപ്പോൾ ഇത് 6ാമത്തെ വരവാണ്. ഈ 6ാമത്തെ വരവിൽ ഒരാളുടെ ജീവനെടുത്തു. അയാളുടെ സമ്പർക്ക പട്ടികയടക്കം മനസ്സിലാക്കേണ്ടതുണ്ട്. ബംഗളൂരുവിൽ നിന്നാണ് കേരളത്തിലേക്ക് വന്നത്. അപ്പോൾ ബംഗളൂരുവിൽ 3 പേർ സമ്പർക്ക പട്ടികയിലുള്ളവർ നിരീക്ഷണത്തിലാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ലക്ഷണങ്ങൾ കണ്ടവർ 151 പേരുടെ ഒരു സമ്പർക്ക പട്ടിക. അതോടൊപ്പം തന്നെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ബംഗളൂരുവിൽ നിന്നും നാട്ടിലെത്തിയതിനു ശേഷം എവിടെയൊക്കെ പോയി അതൊക്കെ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകാം. നമുക്ക് ആശങ്കയല്ല വേണ്ടത്. ഒരിക്കൽ കൂടി പറയുന്നു, ആശങ്കപ്പെടേണ്ടതില്ല. മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാസ്ക് ആ ഭാഗങ്ങളിലുള്ളവരൊക്കെ ധരിക്കുക. ആശങ്കപ്പെടാതെ ജാഗ്രതയോടെ നമുക്ക് ഈ വ്യാപനത്തെയും അതിജീവിക്കാൻ കഴിയും. കാരണം തടഞ്ഞു നിർത്തി ശീലമുള്ളവരാണ് നമ്മൾ. ഈ വ്യാപനത്തെയും നമ്മൾ തടഞ്ഞു നിർത്തും. ഇത് കേരളമാണ്.